ഇറാനുമായി ഉടൻ കരാറിലെത്താൻ കഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നേരിട്ടും അല്ലാതെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയോടുള്ള ആദരസൂചകമായി ഹോർമൂസിലൂടെ 20 എണ്ണ ടാങ്കറുകൾ കടന്നുപോകാൻ ഇറാൻ സമ്മതിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഇറാനിലെ എണ്ണ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞു. We are negotiating with them directly and indirectly. We have emissaries, but we also are dealing directly. And as you know, they've agreed to send 8 boats 2 days ago, and then they added another 2, so it was 10 boats. And now today they gave us as a tribute, I don't know, we can't define it exactly, but they gave us, I think out of a sign of respect, 20 boats of oil, big boats of oil, going through the Hormuz Strait. And that's taking place starting tomorrow morning. Over the next couple of days, a lot of boats. And I would only say that we're doing extremely well in that negotiation, but you never know with Iran because we negotiate with them and then we always have to blow them up, whether it's the B-2 bombers or just terminating, as an example, the Iran nuclear deal done by Barack Hussein Obama, probably the worst deal we've ever done as a country, one of the dumbest deals we've ever done. വീണ്ടും ഒരു അവകാശവാദവുമായാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനുമായി ഉടൻ ഒരു കരാറിലെത്താൻ കഴിയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇറാനുമായി നേരിട്ടും അല്ലാതെയും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അമേരിക്കയോടുള്ള ആദരസൂചകമായി ഹോർമൂസിലൂടെ 20 എണ്ണ ടാങ്കറുകൾ കടന്നുപോകാൻ ഇറാൻ സമ്മതിച്ചു എന്ന ഒരു അവകാശവാദവും ട്രംപ് പറയുന്നുണ്ട്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഇറാനിലെ എണ്ണ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഇറാനുമായുള്ള ചർച്ചകളെല്ലാം നടക്കുകയാണ് എന്നൊരു സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാനുമായി ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ കഴിയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്.